നമസ്കാരം. ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏതാനും മാസങ്ങളായി ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് നേരിടേണ്ടി വന്നിരുന്നത്. ആ പ്രതിസന്ധികളെയെല്ലാം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ പാർട്ടിയെ തളർത്തിയത് മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കായിരുന്നു. ഐഷ പോറ്റി, എസ് രാജേന്ദ്രൻ, ജി സുധാകരൻ, TK ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, PK ശശി ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, പാർട്ടിക്കെതിരായി മത്സരിക്കുകയും ചെയ്തു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയി എങ്കിൽ മറ്റുള്ളവരൊക്കെ കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരിച്ചത്. അതിൽ തന്നെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിച്ചാലുള്ള ഒരു അവസ്ഥയാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് കാരണം അദ്ദേഹം പുറത്തു പോയപ്പോൾ പോലും അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം അദ്ദേഹം തങ്ങളുടെ വഴിക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുവാനാണ് പ്രാദേശിക നേതാക്കളും CPM-ലെ ഇടതുപക്ഷ സൈബറിടങ്ങളും ഒക്കെ ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതൊക്കെ സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. എന്തായാലും അമ്പലപ്പുഴയിലെ ജനങ്ങൾ സുധാകരനോടൊപ്പമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അവിടെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അണികളിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നുമൊക്കെ സുധാകരന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സുധാകരൻ ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ. LDF അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ H സലാം 6000 വോട്ടിന് പിന്നിലേക്ക് പോകുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവിടെ H സലാം തോൽക്കും, സുധാകരൻ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അതോടുകൂടി CPM-ലെ നേതാക്കൾ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. H സലാമും മന്ത്രി സജി ചെറിയാനും ഒക്കെ സുധാകരനെതിരെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സുധാകരൻ്റെ അഴിമതി വിവരങ്ങളൊക്കെ പുറത്തുവിടുമെന്നുള്ളതാണ് ഇപ്പോൾ H സലാം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ജാതീയ ചിന്തകൾ മാത്രമാണുള്ളതെന്നും അതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നത് എന്നുമാണ് H സലാം പറയുന്നത്. എന്നാൽ സജി ചെറിയാൻ ഒരു പടി കൂടി കടന്നാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത്. കൂടുതൽ ഇനി തങ്ങളെ ആക്രമിച്ചാൽ തങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഇനി ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല എന്ന് സജി ചെറിയാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ സജി ചെറിയാൻ അറിയാം ഇനിയൊരു ഭരണമില്ല, അവിടുത്തെ നില പരുങ്ങലിലാണ്, ഇനി തങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാണ് എന്നുള്ള കാര്യം സജി ചെറിയാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്, ഇനി സുധാകരൻ തങ്ങളെ വ്യക്തിപരമായി തങ്ങളെയോ തങ്ങളുടെ പാർട്ടിയെയോ അധിക്ഷേപിക്കാൻ വന്നാൽ അതിന് അദ്ദേഹത്തിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടുമെന്നുള്ളതാണ് ഇന്ന് സജി ചെറിയാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ H സലാമിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് H സലാമിനെതിരെ സുധാകരൻ പ്രവർത്തിച്ചു എന്ന് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ തന്നെ കണ്ടെത്തിയെന്നും അത് ആ കമ്മിറ്റിയുടെ വിവരങ്ങളല്ല, അന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ സുധാകരൻ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടുമെന്നുകൂടി സജി ചെറിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ സുധാകരൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ സജി ചെറിയാനും H സലാമും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും സുധാകരനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നാവ് ശരിയല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അധിക്ഷേപങ്ങൾ സഹിക്കേണ്ട പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശബരിമല മേൽശാന്തിയെക്കുറിച്ച് പോലും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും സുധാകരനെ കുറിച്ച് ഒരിക്കലും ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനമാണ് കാഴ്ചവെച്ചത്. പലപ്പോഴും ഉദ്യോഗസ്ഥരെ, റോഡ് പണിയൊക്കെ നടക്കുന്ന ഇടത്ത് നേരിട്ട് പോയി ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുഴിമന്ത്രി റിയാസ് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തികളൊക്കെ നമുക്കറിയാം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. അപ്പം സുധാകരനെയും റിയാസിനെയും താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. എങ്കിലും ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിക്കുമെന്ന് ഉറപ്പായി. അവർ പാർട്ടിക്കാർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് സുധാകരനെ ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഈ കൈകാര്യം ചെയ്യുന്നത് കായികമായിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സുധാകരൻ കേരളത്തിൽ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഏകദേശം എന്നല്ല, 100% ഉറപ്പായി. പക്ഷേ അതിനേക്കാൾ ഉപരി CPM-നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അവിടെ അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും, നാണക്കേടുണ്ടാക്കും എന്നുള്ള കാര്യം പാർട്ടി നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ വിജയിക്കുമെന്ന്, അതായത് H സലാം 6000 വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് LDF-ന്റെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ ആലപ്പുഴയിൽ അമ്പലപ്പുഴ മാത്രമല്ല, കുട്ടനാടും അരൂരും ഒക്കെ പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു
ഒരവസ്ഥയാണ്. പീരുമേട് പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഇപ്പോൾ CPMകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. കാരണഭൂതം തന്നെയാണ് ഇതിന് കാരണം. എന്തായാലും മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം.